ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ ടോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് കാഷ്വലി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കോമൺലി ഒരു ടോക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാഷ്വൽ ടോക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ സെൻറ്റൻസുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്ലൈസും എല്ലാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ്, എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടായിരിക്കും എപ്പോഴും വിശപ്പുള്ള ഒരു ചങ്ങായി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു കഫേയിൽ അങ്ങ് കയറി ഇരുന്ന പാടെ ഫസ്റ്റ് എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും വേണം എന്ന് പറയുന്ന ടീം ഉണ്ടാവും. ഐ ആം സോ ഹംഗ്രി, എനിക്ക് നമ്മുടെ വിശന്നിട്ട് വയ്യ എന്ന് പറയുന്ന ഒരു ചങ്ങായി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും അല്ലേ, ഫുൾ ടൈം വിശപ്പുള്ള ഒരാൾ. സോ അങ്ങനെയുള്ള ആൾക്കാർ സാധാരണ പറയുന്ന കോമൺ സെൻറ്റൻസ് ആണ് ഐ ആം ഹംഗ്രി, ഐ വാണ്ട് ടു ഈറ്റ് സംതിങ്. ഇത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശന്നുകൊണ്ടിരിക്കുന്ന ആശാമാർ പറയുന്ന ഒരു സ്ഥിരം സെൻറ്റൻസ് അതാണ് ഐ ആം സ്റ്റാർവിങ്. എന്താ പറയണ്ടേ? ഐ ആം സ്റ്റാർവിങ്. സ്റ്റാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശക്കുന്നു. ഐ ആം സ്റ്റാർവിങ് എന്ന് പറഞ്ഞതാണ് എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് എ സാൻഡ്വിച്ച്. എനിക്ക് തോന്നുന്നു ഞാനൊരു സാൻഡ്വിച്ച് കഴിക്കും. അതായത് അതിൻ്റെ മീനിങ് വരുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ഞാനൊരു സാൻഡ്വിച്ച് കഴിക്കും, എനിക്കൊരു സാൻഡ്വിച്ച് കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് എ സാൻഡ്വിച്ച്. ഞാനെന്നൊരു സാൻഡ്വിച്ച് കഴിക്കും എന്ന മട്ടിലുള്ളൊരു ടോക്കാണത്. തേർഡ് വണ്ണാണ് ലെറ്റ്സ് ട്രൈ സംതിങ് ന്യൂ ടുഡേ. എന്നും കഴിയുന്ന ഫുഡൊന്നും കഴിക്കാതെ എപ്പോൾ കഫേയിൽ കയറിയാലും ഓക്കെ പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. സോ ഇങ്ങനെയുള്ള ടൈമുകളിൽ അവർ പറയുന്ന ഒരു കോമൺ സെൻറ്റൻസ് ആണത് ലെറ്റ്സ് ട്രൈ സംതിങ് ന്യൂ ടുഡേ. ഇന്ന് നമുക്ക് പുതിയത് എന്തെങ്കിലും നോക്കാന്നേ. കാരണം അവർക്ക് എന്താ എന്നും കഴിക്കുന്ന ഫുഡൊന്നും വേണ്ടെന്നേ. ഓക്കെ, സോ ദി നീഡ് സംതിങ് ന്യൂ. അവർക്ക് എന്തെങ്കിലും വേണം, പുതിയ എന്തെങ്കിലും ഐറ്റം. അത് ഇനി നെക്സ്റ്റ് വൺ, കാൻ ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈംസ് ഫ്ലൈയിങ്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നേ. ഓക്കെ, സാധാരണ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് കഫേയിൽ പോയാൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അല്ലേ. ഫ്രണ്ട്സ് എല്ലാവരും കൂടി കഫേയിൽ ചെല്ലുന്നു, ദെൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുന്നു, ജ്യൂസസോ ഷേക്സോ. ഇത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി നേരം സംസാരിച്ച് സമയം പോകണത് അറിയില്ല അല്ലേ. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കാഷ്വൽ ടോക്സ് ഒക്കെ അല്ലെങ്കിൽ ലൂസ് ടോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെ നമ്മൾ വാച്ച് ശ്രദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോഴോ ടൈം കാണുമ്പോഴാണ് നമ്മൾ എന്താലോചിക്കോ, അയ്യോ സമയം പോയതേ അറിഞ്ഞില്ലടോ എന്ന് പറയാറില്ലേ. എന്താണ്, അയ്യോ എത്ര പെട്ടെന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ആ ഒരു മലയാളത്തിലുള്ള സെൻറ്റൻസിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് എന്ത്, കാൻ ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈംസ് ഫ്ലൈയിങ്. ഫിഫ്ത്ത് വൺ, നെക്സ്റ്റ് ഇറ്റ്സ് മൈ ട്രീറ്റ്. അതായത് ഒരു 4-5 ഫ്രണ്ട്സ് ചേർന്നിട്ടും എപ്പോഴും ഇതുപോലെ കഫേസിലൊക്കെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ ട്രീറ്റാണ്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഈവൻറ്റ് വരാൻ പോകുന്നുണ്ട്. സോ പെട്ടെന്ന് പറയുകയാണ്, അടുത്ത ദിവസം എൻ്റെ ട്രീറ്റാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അതാണ് നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മൈ ട്രീറ്റ്. എന്താണ്, അടുത്ത വട്ടം ഞാനാണ് നിങ്ങൾക്ക് ട്രീറ്റ് തരുന്നത്. ഓക്കെ, എൻ്റെ വകയാണ് ട്രീറ്റ്. അടുത്ത വട്ടം എന്താണ്, എൻ്റെ വകയാണ് ട്രീറ്റ്. അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണത് നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മൈ ട്രീറ്റ്. അടുത്ത വട്ടം എന്താണ്, എൻ്റെ ട്രീറ്റാണ്. സിക്സ്ത് വൺ, നമ്മളൊരു കഫേയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടേ, ചായ വേണോ കാപ്പി വേണോ? ടു വൺ ടീ ഓർ കോഫി. നിനക്കിപ്പോൾ എന്താ വേണ്ടേ, ചായയാണോ കോഫിയാണോ? സാധാരണ ഈ ഒരു സെൻറ്റൻസ് ടീ ആൻഡ് കോഫി ലവേഴ്സിനുള്ള സെൻറ്റൻസ് ആണത്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ ടീ ലവേഴ്സ് ഒത്തിരി പേര് കാണും അല്ലേ, അല്ലെങ്കിൽ കോഫി ലവേഴ്സ് ഒരുപാട് പേര് കാണും. സോ എവിടെ ചെന്നാലും വേറെ ഒന്നും കഴിക്കില്ല, ടീ മാത്രം മതി അല്ലെങ്കിൽ കോഫി മാത്രം മതി എന്ന് പറയുന്ന ചില ടീംസ് ഉണ്ടായിരിക്കും, നമുക്കറിയാം. അങ്ങനെയുള്ള സമയത്ത് ചോദിക്കുകയാണെന്ത്, ടു വൺ ടീ ഓർ കോഫി. എനിക്കിപ്പോൾ എന്താ വേണ്ടേ, ചായയാണോ അതോ കാപ്പിയാണോ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരുപാട് നമ്മൾ പുതിയ സെൻറ്റൻസുകൾ പരിചയപ്പെട്ടു. ഐ തിങ്ക് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലേ. മറക്കണ്ട, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.